ത്രിയേക ദൈവത്തിന് സ്തുതി. 130ാമത് മാരാമൻ കൺവെൻഷനിൽ ദൈവകൃപയുടെ അടയാളപ്പെടുത്തലുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഗാനങ്ങൾ എല്ലാ കാലത്തും മാരാമൻ കൺവെൻഷന്റെ ജീവനും തേജസ്സുമാണ്. നമ്മുടെ ആത്മീയ ചോദ്യങ്ങൾക്ക് പരിഹാരമായും ഉത്തരമായും പ്രതിസന്ധികളിൽ കരം പിടിക്കുന്ന ദൈവമുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുകയും ചെയ്യുന്ന മാരാമൻ കൺവെൻഷൻ ഗീതങ്ങൾ കാലങ്ങളിലൂടെ സഞ്ചരിച്ച് മനുഷ്യഹൃദയങ്ങളെ എല്ലായ്പ്പോഴും ആശ്വസിപ്പിക്കുന്ന ഒന്നാണ്. ഈ വർഷം ഈ ദൈവികമായ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ എനിക്കും അവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ നാഥൻ, എന്റെ പ്രിയൻ, എന്റെ കൂടെ വന്നിടും എന്നാരംഭിക്കുന്ന ഗാനം എല്ലാ കാലത്തും കൂടെയിരിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും എല്ലാ അനുഭവങ്ങളിലും കൂടെയിരിക്കും എന്നുള്ള ഉറപ്പ് പ്രഖ്യാപിക്കുന്ന ഗാനമാണ്. അവൻ മാറാതെയും മായാതെയും നമ്മോട് ചേർന്ന് സഞ്ചരിക്കുന്ന ദൈവമാണെന്നുള്ള ഉറപ്പാണ് ഈ ഗാനത്തിന്റെ പ്രചോദനം. അത് നമുക്കെല്ലാവർക്കും അനുഭവിപ്പാൻ ഇടയാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് ശ്രീ മോൻസി തോമസ് കാരക്കിലാണ്. DSMCയിലൂടെ ഈ ഗാനം മാരാമൻ കൺവെൻഷൻ മണൽപ്പുറത്ത് അവതരിപ്പിക്കപ്പെടുകയാണ്. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായ ആശംസകൾ അറിയിക്കുന്നു. DSMCയുടെ ഡയറക്ടർ പ്രിയപ്പെട്ട ഉമ്മൻ കെ ജേക്കബ് അച്ഛനും പ്രിയപ്പെട്ട അസിസ്റ്റന്റ് ഡയറക്ടർ സ്റ്റീഫൻ അച്ഛനും പ്രത്യേകമായ ആശംസകൾ. എല്ലാ ടീം അംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രചോദനമായി ഈ വർഷത്തെ ഗാനങ്ങൾ മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. എബ്രഹാം തോമസ് അച്ഛൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ധന്യ നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് മോൻസി തോമസ് കാരക്കൽ എന്നാകുന്നു. തിരുവല്ലയിൽ കാരക്കൽ എന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് അപ്പനും അമ്മയും എൻ്റെ വൈഫും മകളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. ഞാൻ ചാത്തങ്കേരി വെട്ടിയക്കോണം സെൻറ് മാത്യൂസ് മാർത്തോമ ഇടവക അംഗമാണ്. ക്രിസ്തീയ ഗാന കൈരളിക്ക് 100-ലേറെ പാട്ടുകൾക്ക് സംഗീതം നൽകുവാൻ ദൈവം എനിക്ക് ഈ കാലങ്ങളിൽ അവസരമൊരുക്കി. എന്നാൽ എൻ്റെ വലിയ ഒരാഗ്രഹവും പ്രാർത്ഥനയും ഒക്കെയായിരുന്നു ലോകപ്രശസ്തമായ മാരാമൻ കൺവെൻഷനിൽ ഒരു പാട്ട് വരിക എന്നുള്ളത്. ഞാൻ അതിനു വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്തും മാർത്തോമ സഭയിലെ ഒരു അനുഗ്രഹീത പട്ടക്കാരനുമായ പ്രിയപ്പെട്ട ഏബ്രഹാം തോമസ് പാണ്ടനാട് പ്രിയപ്പെട്ട അച്ഛനോട് ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ, മോൻസി പ്രാർത്ഥിക്കൂ, നമ്മൾക്ക് കർത്താവ് അനുവദിച്ചാൽ ഒരു ഗാനം ചെയ്യാമെന്ന് അച്ഛൻ എനിക്ക് ഉറപ്പ് നൽകി. അതിൻ പ്രകാരം അച്ഛൻ എനിക്ക് ഒരു ഗാനത്തിൻ്റെ വരികൾ എഴുതി തന്നു. ആ ഗാനത്തിൻ്റെ വരികൾ ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എൻ്റെ നാഥൻ, എൻ്റെ പ്രിയൻ, എൻ്റെ കൂടെ വന്നിടും. ഞാൻ ആ ഗാനം വായിച്ചപ്പോൾ, ആ ഗാനത്തിൻ്റെ വരികൾ വായിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി. വളരെയേറെ ഹൃദയസ്പർശിയായ, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല ഗാനത്തിൻ്റെ വരികൾ. ഞാൻ കർത്താവിൽ ശരണപ്പെട്ട് ആ പാട്ട് കമ്പോസ് ചെയ്യുവാൻ ഇരുന്നു. ഞാൻ ആദ്യം ആ പാട്ട് കമ്പോസ് ചെയ്തു, ഒരു ട്യൂണായി മാറി. എന്നാൽ എനിക്ക് ആ ട്യൂൺ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് നല്ലൊരു ട്യൂൺ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പിന്നെ ഈ ഗാനം ഒരു രാഗത്തിലേക്ക് ഈ ഗാനത്തെ മാറ്റി കമ്പോസ് ചെയ്യാൻ ആരംഭിച്ചു. കരകരപ്രിയ എന്ന രാഗത്തിലാണ് ഞാൻ ഈ ഗാനം കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ ഗാനം കമ്പോസ് ചെയ്തതിന് ശേഷം ഞാൻ പ്രിയപ്പെട്ട എബ്രഹാം അച്ഛന് ഈ പാട്ട് അയച്ചു. അച്ഛൻ ഈ പാട്ട് കേട്ടിട്ട് വളരെ സന്തോഷത്തോടെ തിരിച്ചെനിക്ക് മറുപടി നൽകി. മോൻസി, നല്ല ട്യൂണാണ്, നമ്മൾക്കിത് പ്രാർത്ഥിച്ച് മാരാമൻ കൺവെൻഷൻ്റെ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് അയക്കാമെന്ന് അച്ഛൻ എനിക്ക് ഉറപ്പ് നൽകി. അതിന് പ്രകാരം ഞങ്ങൾ ഈ പാട്ട് മാരാമൻ കൺവെൻഷൻ്റെ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് അയച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം
ഈ ഗാനം സെലക്റ്റായെന്ന് മാരാമൻ കൺവെൻഷൻ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്നും അറിയാൻ സാധിച്ചു. എന്തെന്നില്ലാത്ത വലിയ സന്തോഷവും വലിയ ആനന്ദവുമാണ് ജീവിതത്തിലുണ്ടായത്. നിരവധി ഗാനങ്ങൾക്ക് സംഗീതം നൽകുവാൻ ദൈവം എനിക്ക് ഇടയാക്കിയെങ്കിലും മാരാമൻ കൺവെൻഷനിൽ ഒരു ഗാനം സെലക്റ്റായെന്ന് അറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, ഒരു ഉന്മേഷം ഒക്കെ ഉണ്ടായി. അതോടൊപ്പം ഈ വർഷത്തെ മാരാമൻ കൺവെൻഷനിൽ 101 ഗായക സംഘത്തിൽ ഒരുവനായി എനിക്കും ആ പന്തലിൽ ഇരുന്ന് എൻ്റെ ഗാനത്തോടൊപ്പം മറ്റ് ഗാനങ്ങൾ പാടുവാനും ദൈവം എനിക്ക് അവസരമൊരുക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. പ്രിയമുള്ളവരെ, എൻ്റെ നാഥൻ എൻ്റെ പ്രിയൻ എൻ്റെ കൂടെ വന്നിടും. ഈ ഗാനം കേൾക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരാശ്വാസമാകട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു സമാധാനമാകട്ടെ, ഒരു പ്രത്യാശയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗാനം ക്രിസ്തീയ ഗാന കൈരളിക്ക് ഒരു മുതൽക്കൂട്ടും ആശ്വാസവുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിർത്തുന്നു. മോൻസി തോമസ് കാരക്കൽ. എൻ്റെ നാഥൻ എൻ്റെ പ്രിയൻ എൻ്റെ കൂടെ വന്നിടും, എൻ്റെ ആത്മഭാരമെല്ലാം വന്നു മാഞ്ഞിടും. എൻ്റെ നാഥൻ എൻ്റെ പ്രിയൻ എൻ്റെ കൂടെ വന്നിടും, എൻ്റെ ആത്മഭാരമെല്ലാം വന്നു മാഞ്ഞിടും. കർത്തനായി കാവലായി കരുണയായി കരമതായി, കർത്തനായി കാവലായി കരുണയായി കരമതായി. എൻ്റെ നാഥൻ എൻ്റെ പ്രിയൻ എൻ്റെ കൂടെ വന്നിടും, എൻ്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും.